ഇടുക്കി പള്ളിവാസലിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം. വാഹനങ്ങൾ തമ്മിൽ ഉരഞ്ഞത് സംബന്ധിച്ച് തർക്കത്തിനിടയിലാണ് ക്രൂരമായ ആക്രമണം ഉണ്ടായത്. രണ്ട് യുവാക്കളുടെ തലയിൽ കല്ലുകൊണ്ട് ഇടിച്ചു പരിക്കേൽപ്പിച്ചു. വാഹനം അടിച്ചു തകർത്തു. വിവരങ്ങൾ ജോസിൽ നൽകും. ഇടുക്കിയിൽ നിന്ന് ജോസിൽ, രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഉണ്ടായ തർക്കമാണെന്ന് തോന്നുന്നു ഈ വലിയ ആക്രമണത്തിലേക്ക് എത്തിച്ചത്. എന്താണ് സംഭവിച്ചത്? ഈ ആക്രമണത്തിന് ഇരയായ ആളുകളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? മനു, പള്ളിവാസൽ ആറ്റുകാടിന് സമീപത്താണ് ഈ സംഭവം ഉണ്ടായത്. ഈ തമിഴ്നാട് ട്രിച്ചിയിൽ നിന്ന് ഈ ആറ്റുകാട് വാട്ടർഫാൾസ് കാണാൻ വേണ്ടി എത്തിയ വിനോദസഞ്ചാരികൾക്കാണ് ഈ ആക്രമണം ഉണ്ടായത്. അവരുടെ സഞ്ചരിക്കുന്ന വാഹനം പൊട്ടിക്കുന്നതിനൊപ്പം തന്നെ അവരുടെ തല കല്ലുകൊണ്ട് ഇടിച്ച് തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രദേശവാസികളായ മൂന്ന് യുവാക്കളാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അവർ ഇത്തരത്തിൽ അവരുടെ ബൈക്ക് കടന്നു പോകുമ്പോൾ ഇവരുടെ കാർ, ഈ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ ഇവരുടെ ബൈക്കിൽ ഉരത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ രണ്ട് യുവാക്കളുടെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഈ എസ്റ്റേറ്റ് തൊഴിലാളികളാണ് ഈ വിദ്യാർത്ഥികളെ രക്ഷിച്ച് അവരുടെ ലയങ്ങളിലേക്ക് കയറ്റിയിരുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇവരെ തലയ്ക്ക് ഇടിച്ച് പരിക്കേൽപ്പിച്ചതിനു ശേഷം മുട്ടുകുത്തി നിർത്തി എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അത്തരത്തിൽ ക്രൂരമായ ഒരു ആക്രമണമാണ് ഈ മൂന്ന് പേർ ചേർന്ന പ്രദേശവാസികൾ തന്നെയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത്. അവരുടെ ബൈക്കിൽ ഈ കാർ ഉരത്തി എന്നുള്ള പ്രശ്നത്തെ തുടർന്നുള്ള തർക്കത്തിലാണ് ഇത്തരത്തിലൊരു ക്രൂരമായ ആക്രമണത്തിലേക്ക് തലയ്ക്ക് ഇടിച്ച് പരിക്കേൽപ്പിച്ചതിനു ശേഷം കല്ല് ഉപയോഗിച്ച് ഇടിച്ച് പരിക്കേൽപ്പിച്ചതിനു ശേഷം ഇവരെ മുട്ടുകുത്തി നിർത്തി വീണ്ടും ആക്രമിച്ചു. പിന്നീട് എസ്റ്റേറ്റ് തൊഴിലാളികൾ, സ്ത്രീകളടക്കമുള്ള ആളുകൾ അങ്ങനെ ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. ഏതായാലും പോലീസിനെ ഈ എസ്റ്റേറ്റ് തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ഈ മൂന്നുപേരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മനു, മദ്യലഹരിയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ ഇവരുടെ പ്രശ്നം? ഈ തർക്കം ഇത്തരത്തിൽ വാഹനം തമ്മിൽ ഉരസി എന്നുള്ളതാണ്. ഒരു സ്വഭാവത്തിൽ ചെയ്യും, അതുകൊണ്ട് ചോദിച്ചതാണ്. തീർച്ചയായിട്ടും ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇവർ നടത്തിയിരുന്നത്. കാർ പൂർണ്ണമായും ഇവർ അടിച്ചു തരുന്നത് കല്ലുപയോഗിച്ച് ചില്ലൊക്കെ തകർത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മൊത്തം 9 പേരാണ് ഈ ആക്രമണത്തിൽ ഈ ട്രിച്ചി സ്വദേശികളായി എത്തിയിരുന്നത്. അതിൽ പരിക്കേറ്റവർ ട്രിച്ചിയിൽ നിന്ന് വന്ന അരവിന്ദ്, അതുപോലെ തന്നെ ജ്ഞാനശേഖരൻ എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. പ്രതികൾ ആറ്റുകാട് സ്വദേശികളായ കൗശിക്, സുരേന്ദ്രൻ, അരുൺ എന്നീ 3 പ്രതികളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. മനു, ശരി, ഓക്കെ. ജോസിലാണ് വിവരങ്ങൾ നൽകിയത്.